ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വീഡിയോസിനകത്ത് തിയറീസ് ഓഫ് ബോണ്ടിങ് ഇൻ മെറ്റൽസിനകത്ത് ഫ്രീ ഇലക്ട്രോൺ തിയറിയും വാലൻസ് ബോണ്ട് തിയറിയും ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാൻഡ് തിയറിയാണ്. അപ്പോൾ ഓരോ തിയറിക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ബാൻഡ് തിയറിയാണ്. പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ബാൻഡ് തിയറിക്കകത്ത് ഇത് ബേസ് ചെയ്തിരിക്കുന്ന മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOT-യുടെ ബേസിസിലാണ്. കെമിക്കൽ ബോണ്ടിങ് ആയിട്ടുള്ള MOT-യുടെ ബേസിസിലാണ് മെറ്റൽസിനകത്തുള്ള ബാൻഡ് തിയറി പറയുന്നത്. അപ്പോൾ MOT തിയറിയുടെ ബേസിസിൽ എന്താണ്, 2 ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തൊരു മോളിക്യൂളായിട്ട് മാറുമ്പോൾ അതിനകത്തുള്ള ആറ്റോമിക് ഓർബിറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആറ്റോമിക് ഓർബിറ്റിൽ എടുക്കുന്നു. അപ്പോൾ എത്ര ആറ്റോമിക് ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നു അത്രയും മോളിക്കുലർ ഓർബിറ്റിൽ നമുക്ക് ഫോം ചെയ്യുന്നു. ആ ഇൻവോൾവ് ചെയ്യുന്ന ആറ്റോമിക് ഓർബിറ്റിൽ കമ്പയറബിൾ എനർജി ആയിരിക്കണം, സെയിം സിമെട്രി ആയിരിക്കണം. അപ്പോൾ നമുക്ക് 2 ആറ്റോമിക് ഓർബിറ്റിലാണ്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ മോളിക്കുൾ ഉണ്ടാകുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് ഓർബിറ്റ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും മോളിക്കുലർ ഓർബിറ്റിൽ കിട്ടും. അതിൽ ഹാഫ് പാർട്ട് എന്ന് പറയുന്നത് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലേക്ക്, അതർ ഹാഫ് എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലേക്ക്. ഇതൊക്കെ ലോവർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ആ കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ കൺസെപ്റ്റ് നമ്മളിവിടെ മെറ്റാലിക് ക്രിസ്റ്റൽസിനകത്ത് MO തിയറി അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ബോണ്ടിങ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താ, N ആറ്റോമിക് ഓർബിറ്റൽ ഗിവ് N നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ. മെറ്റലിൻ്റെ കേസിനകത്തും N നമ്പർ ഓഫ് മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മെറ്റാലിക് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് N നമ്പർ ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അതിനകത്ത് N/2 നമ്പർ ഓഫ് ബോണ്ടിങ്ങും N/2 നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. ടോട്ടലി N മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഒരു നമ്മൾ അവഗാഡ്രോ ഇതിൽ പ്രകാരം ഒരു സബ്സ്റ്റൻസിൻ്റെ അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് എത്രയാണ് അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടാവുമെന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാമാണ്. അപ്പോൾ 1 ഗ്രാം എടുക്കണമെങ്കിൽ അതിനകത്ത് 6.03 × 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ അത് 1 ഗ്രാം എന്ന് പറഞ്ഞത് 1000 മില്ലിഗ്രാം. അപ്പോൾ 1 മില്ലിഗ്രാം എടുക്കണമെങ്കിൽ എത്ര വരും, ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ഏകദേശം 10⁻90 അടുത്ത്, ഏകദേശം 20 to 90 അടുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ 1 മില്ലിഗ്രാം മെറ്റൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 10⁻90 എണ്ണം ഓർ മോർ എന്തുണ്ടാകും, പർട്ടിക്കുലർ ആറ്റം ഉണ്ടായിരിക്കും. അപ്പം നമ്മളിവിടെ പറയണ N എന്ന് പറയുന്ന ആറ്റോമിക് ഓർബിറ്റ്, N എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നമ്പറാണ്. സോ ഇവിടെ എന്ത് വെച്ചിരുന്നു, ഓരോ ആറ്റോമിക് ഓർബിറ്റിൽ എത്ര N നമ്പർ ആറ്റോമിക് ഓർബിറ്റിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന N നമ്പർ മോളിക്കുലർ ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റിൽ ക്ലോസ്ലി സ്പേസ് ആയിട്ടുള്ള തമ്മിൽ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ കണ്ടിന്യൂസ് ഓർ കണ്ടിന്യൂസ് എനർജി ബാൻഡ്സ് എന്നാണ് പറയുന്നത്. കറക്റ്റ് കമ്പാരിസൺ അല്ല, എന്നാലും നമുക്കൊന്ന് നമ്മൾ ബേക്കറി ഇപ്പോൾ ബ്രെഡ് മേടിക്കുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ല, ബ്രെഡ് ഇങ്ങനെ കുറേ സ്ലൈസുകളായിട്ട് മുറിച്ച് വെച്ചേക്കണേക്കോ, അതെല്ലാം കൂടി ചെറുമ്പോഴേക്കാണ് നമ്മൾ ഒരൊറ്റ പാക്കറ്റായിട്ട് മേടിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ എന്തെന്ന് പറയുന്നത് ഓരോ എനർജി ബാൻഡ്സ് ആണ്. ഓരോ ബ്രെഡ് സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഓരോ എനർജി ബാൻഡ്സ് ആണ്. ഇനി അപ്പോൾ നമുക്കിവിടെ എത്ര ആറ്റോമിക് ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നു അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 4 ആറ്റോമിക് ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നൊരു കേസാണെങ്കിൽ 4 ആറ്റോമിക് ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 മോളിക്കുലർ ഓർബിറ്റിൽ കിട്ടും. അതിൽ 2 എണ്ണം ബോണ്ടിങ് ആയിരിക്കും, 2 എണ്ണം ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ആ ബോണ്ടിങ് മോളിക്കുലർ, ഇതിനെ നമ്മൾ എനർജി ബാൻഡ്സ് എന്ന് പറയുന്നത്, ആ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിലുള്ള ഏറ്റവും അടിയിലുള്ള ലോവസ്റ്റ് ബാൻഡും ആൻറ്റി ബോണ്ടിങ്ങിനകത്തുള്ള ഏറ്റവും ടോപ്പിനകത്തുള്ള ബാൻഡ്, ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് ഇറ്റ് ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലോവസ്റ്റ് എനർജി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ഹയസ്റ്റ് എനർജി ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ, അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ മോസ്റ്റ് ആൻഡ് ലോവർ മോസ്റ്റ് എനർജി ലെവൽസ്. ആ ബാൻഡ്സിനകത്തുള്ള ഏറ്റവും അടിയിലത്തെ മേളിലത്തെ എനർജി ബാൻഡ്സ് തമ്മിലുള്ള എനർജി ഡിഫറൻസിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഇൻഡിവിജ്വൽ മോളിക്കുലർ ഓർബിറ്റൽ ബാൻഡ്സ് ഈക്വൽ നമ്പർ ആയിരിക്കും. അത്രയാണ് ആറ്റോമിക് നമ്പർ, അത്രയും തന്നെ മോളിക്കുലർ ആറ്റോമിക് എത്ര ഇൻവോൾവ് ചെയ്യുന്ന അത്രയും മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ദെൻ നമ്മളൊരു മെറ്റലിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മെറ്റാലിക് ക്രിസ്റ്റൽ ഹൗ ഓൺലി ദോസ് എനർജി ദാറ്റ് ഹൗ ഫാൾ വിത്തിൻ ദ ബാൻഡ്സ്. അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്ത് നമ്മൾ എനർജി എന്തെന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ബാൻഡിനകത്ത് മാത്രമേ ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുള്ളൂ. ആ ബാൻഡ്സിനെ നമ്മൾ വിളിക്കണം, ആ
എനർജി ലെവൽസിനെ വിളിക്കുന്ന പേരാണ് പെർമിറ്റഡ് ബാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു മോളിക്കുലർ ഓർബിറ്റൽ അത് മാക്സിമം പെർമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2. ഒരു മോളിക്കുലർ ഓർബിറ്റൽസിനകത്ത് പെർമിറ്റ് ചെയ്യുന്ന പെർമിറ്റഡ് ബാൻഡ് ഈസ് 2, മാക്സിമം ഇലക്ട്രോൺസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറ്റോമിക് ഓർബിറ്റ്സ് എടുക്കുമ്പോൾ എസ് ഓർബിറ്റലുണ്ട്, ബി ഓർബിറ്റലുണ്ട്, ഇ ഓർബിറ്റൽ, അങ്ങനെ കുറേ അറ്റോമിക് ഓർബിറ്റൽ ഉണ്ടാവും. അപ്പോൾ ഇന്നർ ഷെല്ലിനകത്ത് വരുന്ന അറ്റോമിക് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി സ്മോൾ ആയിരിക്കും. അപ്പോൾ അവരുടെ എനർജി ബാൻഡ്സും വളരെ ക്ലോസ് ആയിരിക്കും, സ്മോൾ ആയിരിക്കും. അപ്പോൾ അവരുടെ എനർജി ബാൻഡ്സും വളരെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ സിമിലർ ടു ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എനർജിയൊക്കെ തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതേസമയം വാലൻസ് ഇതിനകത്ത് വരുന്ന വാലൻസ് ബാൻഡിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് വരണമെങ്കിൽ എനർജി റേഞ്ച് ഹൈ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സോഡിയം എടുക്കണമെങ്കിൽ 1s2 2s2 2p6 3s. ഇപ്പോൾ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 3s-ലാണ്. അതേസമയം ഇന്നർ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1s 2s ഒക്കെ ആയിരിക്കും ഇന്നർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് എന്താ പറയുക, എനർജി ബാൻഡ്സുകൾ തമ്മിൽ ഒരുപാട് വാലൻസ് ഷെൽ ബാൻഡ്സുകൾ എല്ലാം കൂടി ഇങ്ങനെ ബ്രോഡായിട്ട് നിൽക്കുന്നതുണ്ടാവും. അപ്പോൾ നോർമലി എന്ത് ചെയ്യുന്ന ബാൻഡ്സുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് നോക്കി 1s ആറ്റോമിക് ഓർബിറ്റലാണ്. 1s ആറ്റോമിക് ഓർബിറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇത്ര ഉള്ളു അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. പക്ഷേ 2s നോക്കിയേ, അതിൻ്റെ ലോവർ എനർജി ഇത്, ഹയർ എനർജി ഇത്. അപ്പം ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു. 2p എന്ന് നോക്കിയാൽ ഇതാണ് എൻ്റെ ഹയസ്റ്റ്, ഇതെൻ്റെ ലോവസ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ്. അതേസമയം 3s ഒക്കെ ആകുമ്പോഴേക്ക് കുറച്ചും കൂടി കൂടി, ഇത് അതിൻ്റെ ലോവർ ബാൻഡ്, ഇതെൻ്റെ ഹയർ ബാൻഡ് എടുക്കണമെങ്കിൽ ഇതായിരിക്കും എൻ്റെ ബാൻഡ് വിടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ഇതുപോലത്തെ കുറേ ബാൻഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ മറ്റ് ബാൻഡുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കണമായിരിക്കും. ഇനി അറ്റ് പ്ലേസസ് വെയർ ഓവർലാപ്പ് ഈസ് നോട്ട് പോസിബിൾ, എല്ലായിടത്തും ഓവർലാപ്പിംഗ് നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഓവർലാപ്പിംഗ് ഇല്ലാത്ത ഏരിയയൊക്കെ നമ്മൾ പറയുന്ന ഫോർബിഡൻ ബാൻഡ്സ് എന്നാണ്. അപ്പോൾ എല്ലാ ബാൻഡ്സുകളിലും മേലെ ഇലക്ട്രോൺസുകളിലും ഓവർലാപ്പ് ചെയ്യില്ല, അതിനൊരു അലൗഡ് ആയിട്ടുള്ളതിന് മാത്രമേ ഓവർലാപ്പിംഗ് നടക്കുകയുള്ളൂ. പിന്നെ പറയാം എനർജി ആൻസർ, അത് വിട്ടുകളയാ. ഇനി ഒരു മെറ്റാലിക് ക്രിസ്റ്റലിനകത്ത് നമ്മൾ പറഞ്ഞ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഹയസ്റ്റ് എനർജി എന്ന് പറയുന്ന ബാൻഡ് കണ്ടെയ്ൻ ഹയസ്റ്റ് എനർജി ബാൻഡ് കണ്ടെയ്ൻ ഇലക്ട്രോൺസിൻ്റെ ബാലൻസ് ബാൻഡ് ആയിരിക്കും. അപ്പോൾ ഹയസ്റ്റ് എനർജി ബാൻഡ് കണ്ടെയ്ൻ ഇലക്ട്രോൺ ഈസ് കോൾഡ് ബാലൻസ് ബാൻഡ്. ആ മെറ്റാലിക് ക്രിസ്റ്റലിനകത്ത് ഇലക്ട്രോൺ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോർമലി നമുക്ക് നമ്മൾ എമ്മോ തിയറി പഠിക്കുന്നുണ്ട്. എമ്മോ തിയറി പ്രകാരം ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ തമ്മിൽ, ഹൈഡ്രജൻസിൻ്റെ 2 ആറ്റങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഹൈഡ്രജൻ്റെ 2 ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകുന്നു. അതിനകത്ത് ഓരോത്തിനകത്ത് ഓരോ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു, മൊത്തം 2 ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ഈ 2 ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ച് ഫില്ല് ചെയ്യുന്നു. ആ ഫില്ല് ചെയ്യുന്ന കിടക്കുന്നതിന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് വാലൻസ് ബാൻഡ് എന്ന രീതിയിൽ വിളിക്കുന്നത്, വാലൻസ് ബാൻഡ്. ഇനി എംപ്റ്റി ബാൻഡ് ഓഫ് ഹയസ്റ്റ് എനർജി ഇമ്മീഡിയറ്റ്ലി എബോവ് ദി വാലൻസ് ബാൻഡ്, വാലൻസ് ബാൻഡ് തൊട്ട് താഴെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. 2 ഡിഫറൻസ് ഗ്യാപ്പ് പഠിച്ചു, ഒന്ന് ബാൻഡ് വിഡ്ത്തും ഒന്ന് ബാൻഡ് ഗ്യാപ്പും. അപ്പം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടാകുന്ന മോളിക്കുലർ ഓർബിറ്റിൽ ലോവസ്റ്റ് ബാൻഡും ഹയസ്റ്റ് ബാൻഡ് തമ്മിലുള്ള എനർജി ഗ്യാപ്പിനാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതേസമയം ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ എനർജി ലെവൽസ് ഉണ്ടാവും. അതിൽ ഏതിനകത്താണ് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലിലേക്ക് മാക്സിമം ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, വാലൻസ് ബാൻഡ് എന്നുള്ള പേരിൽ അറിയുന്നത്. ഇതിന് തൊട്ട് മേളിലുള്ളത് അൺഒക്യുപ്പൈഡ് ആയിരിക്കും, അതിനകത്ത് ഇലക്ട്രോൺസ് ഒന്നുമില്ല, അതായിരിക്കും ഒക്യുപ്പൈ ചെയ്യാത്ത ഹയസ്റ്റ് എനർജി ലെവൽ, അതിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പിനാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഡിയം എടുക്കണമെങ്കിൽ അതിൻ്റെ ആറ്റം നമ്പർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. സോഡിയത്തിൻ്റെ ആറ്റം നമ്പർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. സോഡിയത്തിൻ്റെ ആറ്റം നമ്പർ എന്ന് പറയുന്നത് 11 ആയിരിക്കും. അപ്പോൾ ഈ 11-നകത്ത് എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് 1s2 2s2 2p6 3s2 3p0. അപ്പോൾ 3s എന്ന് പറയുന്നതാണ് നോർമലി അതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺസ് വരുന്നത്. ഇപ്പോൾ ഈ സോഡിയത്തിൻ്റെ നമ്മൾ എടുത്ത് നോക്കിയാൽ 1s 2s 2p, അതിൻ്റെയൊക്കെ എനർജി നമ്മൾ പറഞ്ഞ ലോ ആയിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ
ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നതോ ഈ ഫിഫ്ത്ത് പോയിന്റിനകത്ത് പറയുന്നത് ഇന്നർ ഷെല്ലിനകത്തുള്ള എനർജീസ് വളരെ കുറവായിരിക്കും, ബാൻഡ്സിൻ്റെ എനർജി കുറവായിരിക്കും, അതുകൊണ്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ 1s 2s 3s ഒക്കെ 2p വരെ ഇന്നറാണ്. ദെൻ 3s നോക്കിയാൽ 3sനകത്ത് ഇതേപോലെ തന്നെ സോഡിയത്തിൻ്റെ കേസിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ n നമ്പർ ഓഫ് സോഡിയം ആറ്റംസ് ഉണ്ട്. സോഡിയത്തിൻ്റെ ആറ്റം എന്ന് പറഞ്ഞാൽ 23 ആണ്. 23 ഗ്രാം സോഡിയം എടുത്തു കഴിഞ്ഞാൽ 6.03 × 10⁻23 സോഡിയം ആറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്രാം അല്ലെങ്കിൽ 1 മില്ലിഗ്രാം ഒക്കെ എടുക്കുമ്പോൾ അറൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ 10⁻90 അടുത്ത് സോഡിയം ആറ്റംസ് ഉണ്ട്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ വരും, 10⁻90 ഉണ്ടാവും. അപ്പോൾ അത്രയും എനർജി ലെവൽസുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ എനർജി ലെവൽസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്കൊരു ബാൻഡ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ബാൻഡാണ്, ആ എല്ലാം കൂടി ചേർന്ന് പോസിറ്റീവ് ബാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് കണ്ടിന്യൂസ് ഓർ പോസിറ്റീവ് എനർജി ബാൻഡ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം സോഡിയത്തിൻ്റെ കേസിനകത്ത് ഇതാണ് ഡിഫറെൻറ്റ് ബാൻഡ്സുകൾ. ഈ ബാൻഡ്സുകൾ തമ്മിൽ എന്ത് ചെയ്യും, ഒന്നിൻ്റെ മേളിലായിട്ട് ഓക്കെ ഓവർലാപ്പ് ചെയ്യും. ദെൻ തൊട്ട് മേളിലുള്ള 3p ആണ്. 3pക്കകത്ത് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, പക്ഷേ 3pയുടെ ബാൻഡ്സ് ഉണ്ട്. ഈ ബാൻഡ്സ് എന്ത് ചെയ്യുന്നു, 3sൻ്റെ ബാൻഡ്സ് ആയിട്ട് മെർജ് ചെയ്ത് കിടക്കുന്നു, ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ 3sനകത്തുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നോർമലി 3pക്കകത്തേക്കും പോകും. അതാണ് ഇവിടെ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ കേസുകൾ പറയുന്നത്. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ കേസിനകത്ത് നമുക്ക് ഔട്ടർ ഷെല്ലിനകത്ത് ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് n = ഫോർ എക്സാമ്പിൾ ഇത്രയും വരും, 10⁻90 വരും. സപ്പോസ് നമ്മൾ n = 10 എടുക്കണമെന്നുണ്ടെങ്കിൽ 10 വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ 10 വാലൻസ് ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നു, ഓരോന്ന് എന്ത് ചെയ്യുന്നു, ഓരോ എനർജി ലെവൽസിനകത്ത് പെയർഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10 ലെവൽസുകൾ ഇവിടെ ഉണ്ടാവും. 2 4 6 7 8 9 10 എനർജി ലെവൽസ് ഉണ്ട്, എംഒസ് ഉണ്ട്. ഈ 10 എനർജി ലെവൽസിൽ ലോവർ ലെവലിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു, അടുത്തതിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നു, അപ്പോൾ 6 പിന്നത്തെ 2 ഫില്ല് ചെയ്യുന്ന 4 6 പിന്നത്തെ 2 ഫില്ല് ചെയ്യുന്ന 8 പിന്നത്തെ 2 ഫില്ല് ചെയ്യുന്ന 10. അപ്പോൾ ഈ 10 ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 നമ്മൾ പറഞ്ഞ 10 ആറ്റമിക് ഓർബിറ്റിൽ ഇൻവോൾവ് ഉണ്ടെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ആയിരിക്കും, ബാക്കി 5 എന്ന് പറഞ്ഞാൽ ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ അടിയിലത്തെ 5 ബോണ്ടിങ് ആണെങ്കിൽ മേളിലേക്ക് വരുന്നത് ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും, ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ ഇവിടെ ഈ ഹയസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന എനർജി ലെവൽസിനാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്, VB എന്ന് പറയുന്നത്. അതിൽ ഈ ലെവല് ഇവിടെ ഇലക്ട്രോൺസ് ഒന്നുമില്ല, പക്ഷേ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് ആണ്, അതിന് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസിനാണ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ കേസിനകത്ത് പറഞ്ഞാൽ ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, വളരെ ചെറുതാണ്. അപ്പോൾ നോർമലി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ ഒരു ഇലക്ട്രോൺസ് മേളിലേക്ക് എന്ത് ചെയ്യാൻ ചാടാൻ പറ്റും, ജമ്പ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ എവിടേക്കും ജമ്പ് ചെയ്യാൻ പറ്റും. ഈ 3p ആയിട്ട് ഇത് മിക്സിംഗ് ആണ്, 3pയുടെ ലെവലിലായിട്ട് ഇത് മിക്സിംഗ് ആണ്. അപ്പോൾ ഇത് 3sൻ്റെ തന്നെ ഹയർ ലെവലിലേക്ക് പോയി 3p ലെവലിലേക്ക് പോകും. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഈ മൂവ്മെൻ്റ് ആണ് നോർമലി നമ്മൾ പറഞ്ഞ മെറ്റൽ കണ്ടക്ടർ ആണെന്നുള്ള, അല്ലെങ്കിൽ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യാനുള്ള കാരണം മൂവ്മെൻറ്റ് ഓഫ് ദിസ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ഇന്നർ എനർജി ലെവൽസ് ആർ നോട്ട് സോ ഇൻ സിഗ്നിഫിക്കൻസ്. അപ്പം നമുക്കിവിടെ ഈ എനർജി ലെവൽസിൽ നിന്നും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് 3s ഓർബിറ്റിലാണ്, അവിടെയാണ് ബാലൻസ് ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് n എനർജി ലെവൽസ് ഉണ്ടാകും, n ആറ്റോമിക് ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, n മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. അതിൽ ഹാഫ് ബോണ്ടിങ് ഹാഫ് ആൻറ്റി ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിനകത്ത് 3s ബാൻഡാണ് ബാലൻസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് 2n ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2n ഇലക്ട്രോൺസിൽ ഹാഫ് ബോണ്ടിങ്ങിനകത്ത് ഹാഫ് ഫിൽഡായിട്ട് ഹാഫോളം ബോണ്ടിങ് ഹാഫ് ഓഫ് ദി 3n ന്യൂ മോളിക്കുലർ ഓർബിറ്റൽസ് ഫില്ല് ചെയ്തിട്ടുണ്ടാകും, ബാക്കി ഹാഫ് വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നോർമലി ഒരു അബ്സല്യൂട്ട് സീറോയിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. റിയൽ കേസിനകത്ത് എന്ത് ചെയ്യുന്നു, കുറച്ച് ഇലക്ട്രോൺസ് ഹയർ ലെവലിലേക്ക് പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുന്ന എനർജി ലെവൽസ് ചാടാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം ആ ഇലക്ട്രോൺസ് ഹാഫ് ഫിൽഡായിട്ട് നിൽക്കും. അപ്പോൾ അവിടുത്തെ ബാൻഡ് ഗ്യാപ്പ് മാറൂട്ട വ്യത്യാസം വരും. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. 3p ഓർബിറ്റൽസ് ഉണ്ട്, അവിടെ n ആറ്റംസ് ഉണ്ട്, അപ്പോൾ 3p ബാൻഡ്സ് ഉണ്ടാവും. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഈ ഓവർലാപ്പ് ചെയ്യും. 3p ബാൻഡ്സും 3s ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ എക്സ്ചേഞ്ച് നടക്കാം. അപ്പോൾ ഓവർലാപ്പ് സോൺ എന്ന് പറയുന്നു.
അപ്പോൾ എന്ത് ചെയ്യുന്നു, സോഡിയം ദസ് എൻജോയ് ഫ്രീഡം ഓഫ് ലാർജ് നമ്പർ ഓഫ് ലെവൽ ഫോർ വൈഡ് കോസി കണ്ടിന്യൂ. അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോണിനകത്ത് ഇഷ്ടംപോലെ എനർജി, 3s-ൻ്റെ തന്നെ കുറേ എനർജി ലെവൽസ് ഇറക്കുന്നുണ്ട്. അതുകൂടാതെ 3p-യുടെ എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇലക്ട്രോൺസിനെ ഒരുപാട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ മൂവ്മെൻ്റ് ആണ് അതിൻ്റെ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ എടുക്കുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു, ട്രാൻസിഷൻ മെറ്റലിനകത്ത് ഔട്ടർ ഷെല്ലിനകത്ത് n-1d ഓർബിറ്റൽസും കൂടി വരും. n-1d ഓർബിറ്റൽ വരും. അപ്പോൾ നമുക്കൊരു സോഡിയം തന്നെ എടുക്കണമെങ്കിൽ 3s 4s 3d ഉണ്ട്. അല്ല 3d ആണ് നമ്മളുടെ പറഞ്ഞ ട്രാൻസിഷൻ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 4s-ഉം അതുപോലെ 3d-യും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു. ഈ ഓവർലാപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, 3s തന്നെ ഇഷ്ടംപോലെ ലെവൽസ് ഉണ്ട്, അതുപോലെ 3d-യിൽ ഇഷ്ടംപോലെ ലെവൽസ് ഉണ്ട്. ഈ ലെവൽസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എസ് ബാൻഡിനകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. അതേസമയം ഡി ബാൻഡിനകത്ത് മാക്സിമം 10 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഡിക്ക് 5 എനർജി ലെവൽസ് ഉണ്ട്. ഡി ബാൻഡ് ഹാസ് 10 ഇലക്ട്രോൺസ് പെർ ആറ്റം. ഒരു ഡി ഇലക്ട്രോണിനകത്ത് മാക്സിമം 10 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ ഡിനകത്തായിരിക്കും ഡെൻസിറ്റി കൂടണമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കോപ്പർ, സിൽവർ, ഗോൾഡൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാൽ 3d10 4s1 അല്ലെങ്കിൽ 4d10 5s1 5d10 6s1. അപ്പോൾ എസ് ഓർബിറ്റിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റിലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ഫിൽഡ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ എസിനകത്താണ് ഇവിടെ ഡോമിനൻസി കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ലാർജ് നമ്പർ എസ് ഓർബിറ്റിൽ ഇസ് അവൈലബിൾ ഫോർ അല്ലെങ്കിൽ ബാൻഡ് സൈസ് അവൈലബിൾ ഫോർ മൂവ്മെൻറ്റ് ഓഫ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ദേ എക്സിബിറ്റ് ഹൈ ഇലക്ട്രിക്കൽ ഓർ തെർമൽ കണ്ടക്ടിവിറ്റി. അതേസമയം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അയൺ, കൊബാൾട്ട്, നിക്കലൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ കോൺഫിഗറേഷൻ ഒക്കെ അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലായ 4s-നകത്തുള്ള ഇലക്ട്രോൺസ് ഫിൽഡ് ആണ്. ഇന്നറിനകത്തുള്ള ഇലക്ട്രോൺസ് ആണ് കിടക്കുന്നത്, 3d6 3d7 ഒക്കെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെയും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു, അവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം അത് ഡി ഓർബിറ്റിലായതുകൊണ്ട് എസ് ഓർബിറ്റലിൽ അത്ര അതിനവിടെ എന്തില്ല, മൂവ്മെൻ്റ് ഇല്ല. സോ എസ് ആൻഡ് ബി ബാൻഡ്സ് സ്പ്രെഡ് ഔട്ട് ആൻഡ് ഓവർലാപ്പ് ചെയ്യുന്നു. ഡെൻസിറ്റി സ്റ്റേറ്റ് ഹയർ ഇൻ ഡി ബാൻഡിനകത്താണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ഐസൊലേറ്റഡ് ആറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴേക്ക് ഐസൊലേറ്റഡ് കേസിനകത്ത് 3d6-ഉം 4s2 ആണ്. പക്ഷെ അതെന്ത് ചെയ്യുന്നത്, സോളിഡ് സ്റ്റേറ്റിനകത്തേക്ക് വരുമ്പോൾ ഈ 6-ൻ്റെ സ്ഥലത്ത് അത് 7.8-ഉം മറ്റേതിൻ്റെ സ്ഥലത്ത് 4.2 ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ 0.2 കോൺട്രിബ്യൂഷൻ വരുന്നുള്ളൂ ആവറേജ്. ഇത് 6-ൻ്റെ സ്ഥലത്ത് 7.8. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് കുറവാണ്. അതുകൊണ്ട് ഇത് എക്സിബിറ്റ് ലോവർ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. അതേസമയം കോപ്പർ, ഗോൾഡ് ഒക്കെ എടുക്കുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, എല്ലാം ഹാഫ് ഫിൽഡായിട്ടാണ് കിടക്കുന്നത്. എല്ലാം ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് ഇത് എക്സിബിറ്റ് ഹയർ ഇലക്ട്രിക്കൽ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ ബാൻഡ് ഗ്യാപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചില മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തൊക്കെ ആയിട്ടാണ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ മെർജ് ചെയ്തെടുക്കണതാണ്. അപ്പോൾ ഇത് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ പ്രത്യേകിച്ച് ഏരിയ സെപ്പറേഷൻ ഒന്നുമില്ല, അത് മെർജ് ചെയ്തെടുക്കണതാണ്. അപ്പോൾ ഇലക്ട്രോൺ എളുപ്പത്തിൽ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിനകത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ദേ എക്സിബിറ്റ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതുകൊണ്ടാണ് നമ്മളതിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം സെമി കണ്ടക്ടേഴ്സിനകത്ത് എന്താ സംഭവിക്കണം, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, അതായത് ഈ സ്പാൻഡ് ഗ്യാപ്പ് ഒരു പർട്ടിക്കുലർ ലെവലുണ്ട്, ഒരു ഇത്തരം വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് അവിടെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ വളരെ ലോ ആണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ.